പാന്തർ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തിയിട്ടുണ്ട്. കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഊർജിതമായി ഈ രക്ഷാപ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുറെ കൂടി ഊർജിതമായി നടത്താൻ സഹായകരമാകുന്നു. അതുകൊണ്ട് തന്നെ തീ ഇത്രയും ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തുന്നു. കൂടുതൽ വെള്ളം ചീറ്റിക്കൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഹദ്, പറഞ്ഞോളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടായ ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാമ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അതും നിലവിലെ സാഹചര്യത്തിൽ മതിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ. കാരണം തീ മറ്റിടങ്ങളിലേക്ക് കൂടി, അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി ആളിപ്പടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഈ തീ കിടത്തുന്നത് മൊത്തം പുറത്തുള്ള തീയാണ്. അതായത് ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തീയാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കെട്ടിടത്തിനകത്ത് അത് വലിയ രീതിയിൽ തീ ഇപ്പോഴും ആളിക്കത്തുകയാണ്.